ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ കേരളക്കാരെ മൊത്തം മുട്ടുകുത്തിക്കുന്ന നമ്മുടെ സ്വന്തം മസ്ക ബണ്ണും ഇറാനി ചായയാണ്. ഇതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത കൂടിയാണ്. വലിയ കാര്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊന്നും ഇതിൽ വേണ്ട ആഡ് ചെയ്യാൻ. അപ്പോൾ ആദ്യം നമുക്ക് ഇറാനി ചായയിൽ തന്നെ തുടങ്ങാം അല്ലേ. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുക്കറിൽ കുറച്ച് അത്യാവശ്യത്തിനുള്ള വെള്ളവും കാര്യങ്ങളും എടുത്തിട്ട് അല്ലെങ്കിൽ പട്ട, ഗ്രാമ്പു, ഏലക്ക ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ചായപ്പൊടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അത്യാവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ആഡ് ചെയ്തതിന് ശേഷം കുക്കർ നന്നായിട്ടൊന്ന് അടച്ചു വെക്കാം. അത് റെഡിയാവുന്ന ടൈം കൊണ്ട് നമുക്ക് പാല് റെഡിയാക്കിയാലോ. പാലിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കാം. ഇനി നമ്മുടെ മെയിൻ ആയിട്ടുള്ള മസ്ക ബണ്ണിന്റെ പ്രിപ്പറേഷനിലേക്ക് പോയാലോ. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ബട്ടറും മിൽക്ക് മെയ്ഡും, അതായത് കണ്ടൻസ്ഡ് മിൽക്കും ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ശേഷം അതിലേക്ക് കുറച്ച് വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് നമ്മളെ മസ്ക ബണ്ണിൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ്സ് ഒന്ന് സെറ്റാക്കിയിട്ടെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ചായ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, നമ്മളെ പാലും നല്ല സെറ്റായിട്ടുണ്ട്. ആദ്യം നമുക്കിനി ബണ്ണ് രണ്ടായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഉണ്ടാക്കി വെച്ച നല്ല അടിപൊളിയായിട്ടുള്ള ഫില്ലിങ്സ് അതിലേക്ക് തേച്ച് കൊടുക്കാം. പിന്നെ വീഡിയോയിൽ കാണുന്നവർക്ക് സൈഡിൽ കൂടെ ഒക്കെ ഒന്ന് തേച്ച് കൊടുക്കാം. അപ്പം നമ്മൾ അടിപൊളിയായിട്ടുള്ള മസ്ക ബണ്ണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇറാനി ചായയുടെ പരിപാടിയിലേക്ക് പോവാം. നമ്മൾ കുക്കറിൽ വെച്ച ചായയും അതിലേക്ക് നമ്മൾ തിളച്ച ആ പാലും കൂടി ഒഴിച്ചാൽ തന്നെ നമ്മുടെ ഇറാനി ചായ ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇപ്പോൾ കേരളക്കര മൊത്തം ഈ ഒരു ട്രെൻഡിന് പിന്നാലെയാണല്ലേ. അപ്പം നമുക്കിത് വീട്ടിലുണ്ടാക്കാനുള്ള അത്ര ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും സമയവും അതൊക്കെ അത്ര മതി. അപ്പോൾ നമ്മളിപ്പോൾ ഇനി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി പോവാണ്. കയ്യിൽ പിടിച്ചിട്ടുള്ള ക്ഷമ പോലും എനിക്കില്ല. എനിക്കത് എങ്ങനെയെങ്കിലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്ന് തന്നെ ആയിരുന്നു എൻ്റെ മനസ്സിൽ. അങ്ങനെ നമ്മളത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി പോവാണ്. ഗൈസ്, ഒരു രക്ഷയുമില്ല, നല്ല അടിപൊളിയായിട്ടുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. പിന്നെ ആ ചായയിൽ മുക്കി കൊടുക്കുമ്പോൾ ഒരു വേറെ തന്നെ ഒരു ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ ഞാൻ റേഷനും കൊടുത്തു, ഓനിക്കും അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.